എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു റിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റിങ്ങൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നോർമലി കാണാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കേബിൾ ടൈ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കേബിൾ ടൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് കൂട്ടി ടൈറ്റാക്കി കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. അത് ടൈറ്റായി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇളകില്ല. അപ്പം ഇതിപ്പം യൂസ് ചെയ്ത ഒരു കേബിൾ ടൈ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനിതാ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇതിങ്ങനെ ബൈൻഡ് ചെയ്ത് വെക്കുന്നത്. അപ്പം ആ ഒരു സംഭവമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ നമ്മുടെ വിരലിൻ്റെ അളവിൽ, അതായത് എൻ്റെ റിംഗ് ഫിംഗറിൻ്റെ അളവിൽ ഞാനിതിങ്ങനെ ടൈറ്റാക്കി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ എക്സ്ട്രാ പുറത്തേക്ക് വരുന്ന പീസില്ലേ, അത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടുപ്പിച്ച് കട്ട് ചെയ്യുക. ആ ഒരു എഡ്ജ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യത്തിന് അത് ടൈറ്റാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഏത് റിങ്ങിനാണോ ഇടേണ്ടത് അതിൻ്റെ അളവിൽ വേണം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റിങ്ങിൻ്റെ ഷേപ്പൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഊഹു വെച്ചിട്ട്, അതായത് ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ആ മേലത്തെ ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ കൊളുത്തി വയ്ക്കുകയല്ലേ ചെയ്തത്, അതൊന്ന് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യാം. ഇനി ഇതൊരു പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ, ഇത് പഴയൊരു ഹോമിയോ ഗുളികയുടെ ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് ഇതിങ്ങനെ കടത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റൗണ്ട് കറക്റ്റായിട്ട് വരും. പക്ഷേ എന്നാലും ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പം അത് പഴയ ഷേപ്പിലേക്ക് തന്നെ പോവും. പിന്നെ ഒരു വഴിയില്ലെന്ന് വെച്ചാൽ നമുക്ക് ഹെയർ ഡ്രയർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു ഷേപ്പ് അങ്ങനെ റൗണ്ടായിട്ട് തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ വിരലിന് ഇടുമ്പം ഇതിങ്ങനെ ഷേപ്പ്ലെസ് ആവുന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എന്താ പറയുക, ചൂടാക്കി അങ്ങനെ ഒന്നും ആക്കാൻ നിന്നില്ല. അപ്പോൾ ഇനി ഈ ഒരു റിങ്ങിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോൺ സ്റ്റിക്കറാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പിങ്ക് സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കേബിൾ ടൈ ഒക്കെ വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തതായാലും മതി, നമ്മൾ എടുത്തിട്ട് ഇതുപോലെ റിങ് ഉണ്ടാക്കി എടുക്കാം. അപ്പം ഇനി ഈ ഒരു സംഭവത്തിൽ തന്നെ ഞാൻ മോഡിഫിക്കേഷനാണ് അടുത്ത റിങ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു പിങ്ക് സ്റ്റോൺ മാറ്റിയിട്ട് ഞാനൊരു ബ്ലൂ വെച്ച് കൊടുത്തു. ഒരു ഫ്ലവർ ഷേപ്പുള്ള ഒരു സ്റ്റോൺ വെച്ച് കൊടുത്തു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ പിങ്കാണ് കൂടുതൽ ഇഷ്ടമായത്. അത് കുറച്ചും കൂടെ സിമ്പിളായിരുന്നു. എനിക്ക് ഇതിനേക്കാളും അതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാണ് ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. തേർഡ് ഓപ്ഷനിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ജസ്റ്റ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത്രയും ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു സ്ക്വയർ പീസ് മേലേന്ന് സ്ക്വയർ പീസും കട്ട് ചെയ്തെടുത്തിട്ട് അത് രണ്ടും കൂടെ ക്യാൻഡിലിനെ കൊണ്ട് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തത്. അപ്പം കുഞ്ഞു കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ പണി ചെയ്യാൻ നിൽക്കേണ്ട, നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് വലിയവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വിരലിൻ്റെ അളവിൽ നമ്മൾ ആ പ്ലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡ് ഒരുമിച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഊഹു യൂസ് ചെയ്ത് നോക്കി, ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നോക്കി,
പിന്നെ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്ത് നോക്കി, ഇതൊന്നും വെച്ചിട്ടൊന്നും ഇത് സ്റ്റിക്കാവുന്നുണ്ടായിട്ടില്ല. അപ്പം ഞാൻ ക്യാൻഡിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞു കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് ആ സ്ക്വയർ പീസും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനും ഞാനൊരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ആ മേലത്തെ ഭാഗം അല്ലെങ്കിൽ എംപ്റ്റി ആയി കിടക്കും. അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു സിൽവർ സ്റ്റോണാണ് വെക്കുന്നത്. ഒരു ക്രിസ്റ്റൽ പോലെയുണ്ട്, നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 2 ടെക്നിക്സ്. അപ്പോൾ കേബിൾ ഡൈ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്കും കൂടെ ഒരു സപ്പോർട്ടാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പിശുക്ക് കാണിക്കേണ്ട, മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.